പെഹൽഗാം ഭീകരാക്രമണം പദ്ധതിയിട്ടവരിൽ ഒരാളും പാക് പാരാ കമാൻഡോവായിരുന്ന മൂസ എന്ന ആസിഫ് ഫൗജിക്കൊപ്പം ബൈസ്രൻ വാലിയിലെത്തി കൂട്ടക്കുരുതി നടത്താനും ഒപ്പം നിന്ന ആസിഫ് ഷെയ്ഖിനെയാണ് നമ്മളിപ്പോൾ വകവരുത്തിയത്. ഏറ്റുമുട്ടലിൽ ആമിർ നിസാർ വാനി, യാവർ അഹമ്മദ് ഭട്ട് എന്ന 2 ജെയ്ഷെ ഭീകരരെ കൂടി സേന വധിച്ചു. ഏറ്റുമുട്ടൽ മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്നു. രഹസ്യ വിവരവും തിരച്ചിൽ ദൗത്യത്തിനും ഒടുവിൽ ഭീകരർ CRPFനും ജമ്മു കാശ്മീർ പോലീസിനും നേരെ വെടിയുതിർത്തതോടെയാണ് പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖലയിലുള്ള നാദറിൽ കാര്യങ്ങൾ സങ്കീർണമായത്. ഭീകരരെ വളഞ്ഞതോടെ അവരുടെ നീക്കങ്ങൾ ഇന്ത്യയുടെ കഴുകൻ കണ്ണുകളിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. കൂട്ടത്തിൽ ഒരാളായ ആമിർ നിസാർ വാനി ഏറ്റുമുട്ടലിന് തൊട്ടു മുൻപ് കുടുംബവുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കീഴടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു കുടുംബം. ഒടുവിൽ ഓപ്പറേഷൻ നാദർ വിജയം കണ്ടു. കൊല്ലപ്പെട്ട 3 ഭീകരരും കശ്മീർ സ്വദേശികൾ. അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെയും ജമ്മുവിലെയും വ്യോമതാവളങ്ങളിലെത്തി സൈനികരെ നേരിൽ കണ്ട് അഭിനന്ദിക്കുകയായിരുന്നു. പാകിസ്ഥാനെ പോലെ ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്നതിലെ അപകടം അദ്ദേഹം വ്യക്തമാക്കി. आज आतंकवाद के खिलाफ भारत की प्रतिज्ञा कितनी कठोर है इसका पता इसी बात से चलता है कि हमने उनके न्यूक्लियर ब्लैकमेल की भी परवाह नहीं की है. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.